കൊലക്കുറ്റം സംശയാതീതമായി തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പ്രതിയുടെ പ്രായത്തെയും കൊല നടത്താനിടയായ സാഹചര്യത്തെയും പരിഗണിച്ച് പരമമായ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി പ്രതിയെ 4 വർഷത്തെ കഠിന തടവിന് കോടതി ശിക്ഷിക്കുന്നു. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു. പഴയ കോടതിയിൽ ഒരു കേസ് വന്നാ അതിന് തീർപ്പ് കൽപ്പിക്കാൻ നേരത്തോട് നേരം വൈകാല. അപ്പോഴേ എത്രയാ വേണ്ടെന്ന് പറഞ്ഞാ മതി. നിക്ക് കൂലിക്ക് തല്ലാനാണെങ്കിലും പൈലിക്ക് ചില ചട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. കള്ളിന്റെ പുറത്തൊരു ബിസിനസ്. ഒരു കാര്യം ചെയ്, താൻ വെളുപ്പാങ്കാലത്ത് വീട്ടിലോട്ട് വാ. എങ്കിൽ പിന്നെ അങ്ങോട്ട്. ഒരു കുപ്പിങ്ങള് കഴിക്കാൻ കുറച്ച് അച്ചാറ്. താന്തോണി, 25 കൊല്ലം മുമ്പ് ഈ പൈലി കുമ്പളങ്ങിന്നിങ്ങാട് വന്നപ്പ ഇവിടെ ചിലര് നെറ്റി വിളിച്ച്. കൊച്ചിക്കാരൻ നസ്രാണി മലബാറി വന്ന് തല്ലി നേടി നിൽക്കുവാന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? നിന്നാളാ ഞാൻ. പരവേശത്തിലാണല്ലോ. വലിച്ചു വലിയട്ടാ. പരുത്തനാണെന്നാ തോന്നുന്നേ. എവിടുന്നാ? മുമ്പ് കണ്ടിട്ടില്ല. ഇവിടെ ആദ്യ. എവിടുന്നാണെന്ന് പറഞ്ഞില്ല. സെൻട്രൽ ജയിലിൽ നിന്ന്. എന്താ ഇത്തിരി പെശകണെന്നാ തോന്നുന്നേ. ഒരു കുപ്പിയുടെ ധൃതി പിടിക്കൊന്നും വേണ്ട. തീർന്നു പോകത്തൊന്നുമില്ല. സെൻട്രൽ ജയിലിൽ എന്തായിരുന്നാ പറഞ്ഞേ? കുശിനിപ്പണിയാ? കൊലക്കുറ്റത്തിന് ശിക്ഷിച്ചു 4 കൊല്ലത്തെ കഠിന തടവിന്. ഇനി വലുതറിയണോ? മനസ്സമാനത്തോടെ ഇത്തിരി കുടിക്കാൻ സംബന്ധിക്കാണ് ന്യായം വിസ്തരിക്കുന്നു. വിസ്താരം ശിക്ഷയും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ആളറിയാതാണ് ആശാനെ. വൈലിയാശനാണ്, ചില്ലറക്കാരനൊന്നുമല്ല. എന്താന്ന് വെച്ച് കഴിച്ചിട്ട് വേഗം പോകും. നാമം കെട്ടവൻ. അങ്ങോട്ട് കൊടുക്കടാ. അടിച്ചത് അവനെയാണെങ്കിലും കൊണ്ടതെനിക്കാണ് കേട്ടാ. വേണ്ട ആശാനെ. ഒരുപാട് കാലമായി പൈലിക്ക് വേണ്ടി മാത്രമായിട്ടൊന്ന് മെയ്യനക്കേട്ട് ദേ ഇപ്പൊ ദൈവം തമ്പുരാനൊരു വഴി ഉണ്ടാക്കി തന്നേക്കണണ്ട. കൊള്ളാമല്ല പൊന്നുമോൻ. വാ 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 വാ. എനിക്ക് നിന്നെ അങ്ങോട്ട് പിടിച്ചുപോയി കേട്ടാ. വാ, നമുക്ക് ഒന്നുകൂടെ പിടിച്ചു നോക്കാം. പൈലിയോടൊപ്പം നിൽക്കണ ഒരു ചുണക്കുട്ടിയെ കിട്ടിയത് ഇപ്പോഴാണ് കേട്ടാ. അതെന്താണ് നീ ഉശിരി വിട്ട് കളഞ്ഞത്? ഒരു പിടി പിടിക്കുമ്പോ തിരിച്ചു പിടിക്കണം. ആ വിട്ട് കന്നാ പിന്നെ എന്താണ് ഒരു ചേലുള്ളത്? അങ്ങോട്ട് പിടിക്ക. വിട്ട് തന്നിട്ട് പൈലിക്ക് ജയിക്കണ്ട കേട്ടാ. കൊല്ല് കൊല്ല്. എനിക്കിനി ജീവിക്കണ്ട. എനിക്കിനി ജീവിക്കണ്ട. നിന്റെ മനസ്സായ കലയും കിടക്കണേയുള്ള എന്ത് പറ്റിയടാ?
ചായണ കാപ്പിയണ ചോദിച്ചേട്ടില്ലേ? ചായണ കാപ്പിയണെന്ന്. നീ ഏതാ? ഹായ്, നല്ല ചോദ്യം. എന്റെ വീട്ടിൽ വന്നിട്ട് ഞാനാരാണെന്ന്. ദേ, എനിക്ക് അപ്പുറത്ത് 100 കൂട്ടം പണിയുണ്ട് കേട്ടാ. കുടിക്കാൻ എന്താ വേണ്ട വെച്ച പറ. ഞാൻ എവിടെയാ? അപ്പനും പിന്നൊരു 2 ആളും കൂടി തലച്ചുമടായിട്ടാണ് ഇന്നലെ പാതിരാക്കി കൊണ്ടുവന്നതേ. അപ്പൊ പിന്നെ ഈ ചോദ്യം ചോദിക്കണം. തരുമ്പെങ്കിലും വെളിവുണ്ടായിട്ട് വേണ്ടേ? ചാപ്പി കിടന്നിരുന്നെങ്കി വല്ലവരും റീത്ത് വെച്ചേച്ച് പോയേനെ. എന്റെ മുണ്ടഷിട്ടോടെ അതേലപ്പടി കറിയും ചെളിയായിരുന്നു. ദേ ഞാൻ നനച്ചിട്ട്. ഇതാണ് ഉറക്കമൊക്കെ കഴിഞ്ഞ പുള്ളേച്ചൊരു പ്രവാണിയുടെ കരാറൊപ്പിക്കാനുണ്ടായിരുന്നു. ഞാൻ പോകുമ്പോ നീ നല്ല ഉറക്കമാണ്. ഇപ്പൊ എങ്ങനെ വല്ല വെളിവുണ്ടാ? എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അത് കൊള്ളാവല്ല. പിന്നെ അവിടെ ഷാപ്പിലിട്ടേച്ച് പോരണ. എടാ പൈലിക്കൊരു മനസാക്ഷിയുണ്ട്. വരുത്തനാണേലും മനുഷ്യത്വം കാണിക്കാതിരിക്കാൻ ഒക്കുക. ആ എടി റാഹേലേ, നീ അവരെ കുടിക്കാൻ വല്ലതും കൊടുത്താടി. അതിന് എന്താന്ന് പറഞ്ഞിട്ട് വേണ്ടേ? കഴുതെ അടിച്ച് പീസായിട്ട് കിടന്നേച്ച് എഴുന്നേക്കുമ്പോ എന്താ കൊടുക്കണ്ടേന്ന് ഞാൻ പറഞ്ഞു തന്നിട്ട് വേണം അടി. ചെറുനാരങ്ങ പിഴിഞ്ഞ് മധുരമില്ലാത്തൊരു കട്ടനും കാട്ടെടുക്കടി. അല്ല പിന്നെ എനിക്കങ്ങ് പോണം. ആ എങ്ങാട്ടാണ്? അറിഞ്ഞൂടാ, പോണം. വിടല് കേട്ടാ, കല്ലറിഞ്ഞിട്ടില്ല. പറയണത് കേട്ടാ, എങ്ങോട്ടാണ് പോണ്ടെന്ന് അറിഞ്ഞൂടാന്ന്. ഈ പോക്ക് പോയാ അന്തിക്ക് പിന്നെയും തലച്ചുമടായിട്ട് കെട്ടിയെടുക്കേണ്ടി വരും കേട്ടാ. അതെവിടെ കിടന്ന് ഉണങ്ങട്ടേന്ന്. നാളല്ലല്ല ഒരു തമാശ പറയുമ്പോഴേക്കും കേറിവിച്ചിറങ്ങി പോവാൻ. കൊച്ചു പിള്ളേരുടെ കൂട്ട്. നീ ഇങ്ങാട്ടിരിയടാ. അവൾ അങ്ങനെ കിടന്ന് പലതും ചിലയ്ക്കും. പക്ഷെ പാവമാണ്. നീ ഒന്ന് പോയാടി. ഇങ്ങോട്ട് നോക്ക്. ആണും പെണ്ണുമായിട്ട് എനിക്ക് അവൾ ഒന്നല്ലേടാ ഉള്ളു. ഞാനില്ലേലും അവളീ ലോകത്ത് പിടിച്ചു നിൽക്കണമല്ല. അതുകൊണ്ട് പെണ്ണിന്റെ അടക്കമൊതുക്കവും ആണിന്റെ അടിയും തടയും കൂടി ചേർത്താണ് മുമ്മ അവളെ വളർത്തിയത്. നീ അത് സാരമാക്കണ്ട. ബാ ആ ബാ. അല്ല, നിനക്ക് പോണോന്നുണ്ടെങ്കിൽ പോയിക്കോ കേട്ടാ. പോകണാശനെ, എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പണി ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിക്കണം. ആ പറഞ്ഞത് ന്യായം. ജീവിക്കണം, അതിനെന്തെങ്കിലും പണിയെടുക്കണം, അത് ന്യായം. അതിനെന്തിനാണ് എവിടേക്കെങ്കിലും പോണത്? ഇവിടെ നിന്ന് പണിയെടുത്ത് ജീവിക്കാൻ പാടില്ലേ? അല്ല പാട്. ഇവിടെ എനിക്കൊരു പണി തരാൻ. ആ ഇവിടെ ഒരു പണി ഒത്തു കിട്ടിയാൽ എന്താ കഴിക്കുക? ഇല്ലല്ല എങ്കിൽ കമാന്ന് മുണ്ടാണ്ട് ഇവിടെ നിക്കാദ്യം. ആ നീ ആ മീൻകൂട്ടാത്തിന്റെ ചാറങ്ങാട്ട് ഒഴിച്ചു കൊടുക്കടി. മതി. എങ്ങനെയുണ്ട്? ആ ഇത് ഇവിടുത്തുകാർക്ക് വെപ്പറിയാൻ പാടില്ല. ഇത് ഞങ്ങൾ കൊച്ചിക്കാരുടെ കുടംപുളിയിട്ടൊരു മീൻ പറ്റീരാണ്. ഔ ചട്ടി പടത്താ മതി, 2 ദിവസം ചോറില്ല. ഇത് ഇവള് വെച്ചത്. ഇവക്കടെ അമ്മ എന്റെ അന്നക്കുഞ്ഞ് മീൻകറി വെക്കണം. എന്റെ ഈശോയെ, അതിന്റെ രുചി ഇപ്പോഴും നാവേൽ നിൽക്കണേന്. വള്ളവും വലയും 5-6 ഫിഷിംഗ് ബോട്ടും ഉള്ള വീട്ടിൽ നിന്ന് രാഖിരാമൻ എന്റെ കൂടെ ഇറങ്ങിപ്പോന്നോളാണ് കേട്ടാ. അവക്കടെ കൂടെയുള്ള എന്റെ ജീവിതമായിരുന്നടാ ഒരു ജീവിതം. ആ വെറും 7 വർഷം. പക്ഷെ ഓരോ ദിവസവും ഓരോ പെരുന്നാൾ പോലെയായിരുന്നു. ആ ഒരു ഓർമ്മയുടെ ബലത്തിലാടാ ഈ പൈലി എന്തിനും മുന്നും പിന്നും നോക്കാതെ ഇന്ന് നിൽക്കണത്. എന്റെ അന്നക്കുഞ്ഞ് ഭാഗ്യം ചെയ്തോളാ. കർത്താവളെ നേരത്തെ വിളിച്ചടാ. കണ്ടാടാ, അമ്മേനെ കണ്ട ഓർമ്മ വെക്കില്ല. എന്നാലും അമ്മയുടെ വർത്താനം കേട്ട അവളെ അപ്പത്തോടങ്ങും കരച്ചില്. നിന്റെ അടുത്ത് നേരത്തെ സിമിട്ട് വർത്താനം പറഞ്ഞ കാന്താരിയാണോ ഇപ്പൊ ഇരുന്ന് ഈ മോകണത്? അത്രേ ഉള്ളടാ എന്റെ ഉള്ളിൽ. പാവണ്. നിങ്ങൾ ചോറ് തിന്നാനുണ്ടാ? പാത്രം കഴുകി വല്ലതും കഴിച്ചിട്ട് വേണം കേട്ടാ എനിക്കൊന്ന് നടുന്നു വർത്താൻ. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് എവിടെയെങ്കിലും പോയി എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്ന് തോന്നിയ എന്താണ് നിനക്ക്? നാട്ടിൽ പെറ്റതല്ലേ? പോയി. പക്ഷേ അവിടെ ചെന്നപ്പോൾ ആദ്യം കേട്ട വാർത്ത ആകെയുള്ള കൊച്ചുപുരയും ആ പറമ്പും
പോലീസുകാരൻ കൊണ്ടുപോയി പണയപ്പെടുത്തി അയാളുടെ മകളുടെ കല്യാണം നടത്തിയെന്ന സഹിച്ചില്ല. നേരാ, ഞാൻ പണയപ്പെടുത്തി. അതിനാണെന്ന് പറഞ്ഞാൽ ഒപ്പിട്ട് തരൂല. നിന്നെ പരോളിലിറക്കാനുള്ള അപേക്ഷയാണെന്ന് തള്ളയോട് നുണ പറഞ്ഞു. നോക്കി പേടിപ്പിക്കണ്ട. എന്റെ ശമ്പളത്തിന്റെ മുക്കാപ്പങ്കും നീയും നിന്റെ തള്ളയും കൂടി അതിന്ന് മുടിപ്പിക്കണേ. എന്റെ മോക്കൊരു കല്യാണം വരുമ്പോ ഞാനല്ലാണ്ട് പണം ഉണ്ടാക്കി കൊടുക്കാൻ അവളുടെ അമ്മയ്ക്ക് വേറെ രഹസ്യക്കാരനില്ല. അതിനുവേണ്ടി ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. ഒരു മടിയുമില്ല. ബന്ധങ്ങളോ മുറിഞ്ഞു. സ്വന്തമായിട്ട് ഒരിത്തിരി മണ്ണെങ്കിലും ഇല്ലെങ്കിൽ ഒരു പട്ടി പോലും എന്നെ വകവയ്ക്കൂല. തറവാട്ടിലെ ഓഹരി അമ്മ വാങ്ങിയിരുന്നില്ല. ആ വഴിക്ക് നോക്കിയാൽ എനിക്കുണ്ടൊരു അവകാശം. അവനവന്റെ അവകാശം ചോദിച്ചു വാങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല. എല്ലായിടത്തും അത് പതിവുള്ള കാര്യമാണ്. പിന്നെ നിന്റെ ഈ അവസ്ഥയിൽ വേറെ ആരേക്കാളും നിനക്കത് അത്യാവശ്യമാണ്. പറഞ്ഞു വരുമ്പോൾ പ്രഹായം കൊണ്ട് ഒരു കാരണോസ്ഥാനം എനിക്കുണ്ടല്ലോ. ഞാൻ പരമേശ്വരനോടൊന്ന് പറഞ്ഞു നോക്കാം. മനസ്സില്ല എനിക്ക്. കാരണവന്മാരുടെ ചിത കത്തിയമർന്ന മണ്ണ ആ തറവാട്ടിലേത്. അവരെ ധിക്കരിച്ചിറങ്ങിപ്പോയ നിനക്ക്, നിന്റെ സന്തതിക്ക് ആ മണ്ണിൽ അവകാശം തരാനോ? ഞാനൊന്നും ചോദിച്ചില്ലല്ലോ ഏട്ടാ. വേണ്ട, നിന്റെ സന്തതി ചോദിച്ചല്ലോ. ചോദിപ്പിക്കില്ലേ ബാലേട്ടനെ കൊണ്ട്? തന്നില്ലെങ്കിൽ കോടതി കയറ്റുമെന്ന്. തയ്യാറാണടി. വേണ്ടി വന്നാൽ സുപ്രീം കോടതി വരെ കയറും ഞാൻ. ഏട്ടാ, ചാകുമ്പോ സ്വർഗത്തിലേക്കായാലും നരകത്തിലേക്കായാലും ഒന്നും കെട്ടിയെടുത്തോണ്ട് പോകാൻ പോണില്ല ഞാൻ. എന്റെ ഈ തടിയുണ്ടല്ലോ, അതും കൂടെ കത്തിച്ച് ആ മണ്ണിന് വളമാക്കിയിട്ടേ ഞാൻ പോകൂ. അതുവരെ ആർക്കും അന്യാധീനപ്പെടാതെ ആ മണ്ണിന് കാവൽ നിൽക്കാനാ ഞാൻ കാരണസ്ഥാനത്ത് നിൽക്കുന്നത്. പറഞ്ഞേക്കവനോട്. ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുള്ളവനാ ഞാൻ. ഉടപ്പിറന്ന നിന്നെ, സ്വന്തം രക്തത്തിൽ പിറന്ന ആദ്യത്തെ തരിയെ അവിടെങ്ങും തോൽക്കാത്ത ഞാൻ ഒരു കോടതിയിലും തോക്കില്ല. എന്നെ ചിന്തയിലേക്ക് എടുത്തിട്ട് പോരായിരുന്നോടാ നിന്റെ ഈ ധിക്കാരം. ഈ മുറ്റത്ത് നിന്ന് ഏട്ടൻ ഓരോന്ന് പറഞ്ഞപ്പോ പെടഞ്ഞത് എന്റെ ചങ്ക. നിനക്കറിയോ, മൂക്കറ്റം കടം കയറിയപ്പോഴും നിന്റെ അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടത് എന്താണെന്ന്? ആ കുടുംബത്തിൽ നിന്ന് ഒരു തരി മണ്ണ് പോലും വാങ്ങരുതെന്ന്. ആ മനുഷ്യന്റെ അഭിമാനമാണോ നീ കളഞ്ഞു വിളിച്ചത്? ആ അഭിമാനം ഒരു തുണ്ട് കയറിലൊടുങ്ങിയതല്ലേ? കണ്ടവന്റെ കാക്കി നിക്കർ അലക്കി വെളുപ്പിക്കുമ്പം അമ്മ ഓർക്കാതിരുന്ന അഭിമാനം എനിക്ക് ഓർക്കണ്ട. ഉണ്ണി, ഏട്ടൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും, എനിക്കല്ല, ശത്രുവാണ്. എനിക്ക് അവകാശപ്പെട്ട പെണ്ണെ നഷ്ടപ്പെടുത്തി. പിന്നെ എന്റെ ഇത്തിരി മണ്ണ് അതെങ്കിലും ഞാൻ വാങ്ങിയിരിക്കും. ഒറ്റ വീർപ്പിന് തരില്ല എന്ന് പറഞ്ഞു ഞാൻ. പക്ഷെ നിയമദൃഷ്ടിയാ നോക്കുമ്പോ കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ കുഞ്ഞികൃഷ്ണ? കളിക്കേണ്ടതുപോലെ കളിച്ചാൽ വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്ത ഒരു നിയമവും ഈ നാട്ടിലില്ല എന്ന് കരുതി മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമോ? ചെറിയച്ഛൻ പറയണതിലും കുറച്ചൊക്കെ കാര്യമുണ്ടച്ചാ. അടയ്ക്കാക്കിളിയും ചിലയ്ക്കാൻ തുടങ്ങി. അടയ്ക്കാക്കിളി തന്നെയാ പക്ഷിയുടെ അടുപ്പിൽ 3 നേരം തീ കൂട്ടുന്നതേ. ഞാൻ പഠിപ്പ് വേണ്ടെന്ന് വെച്ച് തുമ്പ എടുത്ത് പറമ്പിലേക്ക് ഇറങ്ങിട്ടാ. അല്ലാതെ കേമനാവ് പഠിപ്പിച്ച വാസോട്ടം കൊണ്ടുവന്ന മണിയോട് കൊണ്ടുവന്നല്ല. എവിടെ ഇട്ടിപ്പോ കൊല്ലെത്രയായിട്ട് ഒരു കത്തെങ്കിലും അയക്കണ്ടേട്ടെ. രഘു, ഏട്ടൻ ചോദിക്കാൻ വേണ്ടിട്ടല്ല, ഇവനും പ്രായമായി വരികയല്ലേ. പറയുന്നതിലും കാര്യമുണ്ടേ കേൾക്കണം. അതിനിവിടെ അവൾക്കും സന്തതിക്കും ഓഹരി കൊടുക്കാമെന്ന് പറഞ്ഞില്ല. ഒട്ട് തീരുമാനിച്ചിട്ടുമില്ല കൊടുക്കാൻ. അതാ പറഞ്ഞത്. ബാലേട്ടനെ വിട്ടൊന്ന് ഭീഷണിപ്പെടുത്തുന്നല്ലാതെ അവര് വേറെ നടപടിയൊന്നും ആയിട്ടില്ലല്ലോ. വരട്ടെ, വരുമ്പോൾ ഇങ്ങോട്ട് വിട്ടേര്. ഞാനും ഇവനിവിടെ നോക്കിക്കോളാം വേണ്ടത്.